ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. നമുക്കിന്ന് ഔ ഭി അതായത് കൂടി വേറെ എന്നുള്ള അർത്ഥം വരുന്ന വാക്കുകളാണ്. വാക്കല്ല, പ്രത്യയങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ വാക്യങ്ങൾ ഉണ്ടാക്കാം, അതിനർത്ഥം മനസ്സിലാക്കാം എന്ന് നോക്കാം. ഔർ ഭി. ഔർ എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾക്കറിയാം അല്ലേ? ഔർ എന്നാണെന്നറിയാം. അത് കൂടാതെ വേറെന്തോ ഉണ്ട്? വേറെ എന്ന അർത്ഥം കൂടിയുണ്ട്. അതിന് വേറെ എന്ന അർത്ഥം കൂടിയുണ്ട്. ഔർ. അടുത്തെന്താ ഞാൻ പറഞ്ഞത്? ഭി. കൂടി അല്ലേ? കൂടി. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ അർത്ഥം മനസ്സിലാക്കുക എന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നമുക്കിത് എഴുതാൻ ശ്രമിച്ചാലോ? ശരി. ആദ്യത്തെ വാക്യം എന്താണ്? അവിടെ എന്തെല്ലാമുണ്ട്. അതെ, അവിടെ എന്തെല്ലാമുണ്ട് എന്ന് പറയുമ്പോൾ അറിയാം. അവിടെ എന്ന് പറഞ്ഞാൽ വഹാം. വഹാം എന്തെല്ലാമുണ്ട്. എന്തെല്ലാം എന്ന് പറയുമ്പോൾ എന്താ വരിക? ഒരു ക്യാ മതിയോ? ക്യാ ക്യാ. രണ്ട് ക്യാ വേണം അല്ലേ? ക്യാ ക്യാ ഹെ. ഇവിടെ എന്തെല്ലാമുണ്ട് അല്ലേ? എന്തൊക്കെയോ ഉണ്ട്. ക്വസ്റ്റ്യനാണ്. അപ്പം അവിടെ കസേരയും മേശയും ഉണ്ടെന്നാണ് പറയുന്നത്. അതെങ്ങനെ പറയും? എളുപ്പമാണ് അല്ലേ കുട്ടികളെ? വഹാം. അവിടെ കസേരയുണ്ട്, മേശയുണ്ട് അല്ലേ? കസേരക്ക് എന്താ ഹിന്ദി പറയാം? കുർസി അല്ലേ? രണ്ട് തരത്തിൽ കുർസി എഴുതാം. കുർസി കണ്ട, യും. അപ്പോൾ കുർസി ഓർ കുർസി ഓർ മേശക്ക് എന്താ പറയുക? മേശ അല്ലേ? മേശ. മേശ് ഹേ അല്ലേ? അപ്പം കസേരയും മേശയും ഒക്കെ ഉണ്ട് അവിടെ. ഇനി അവിടെ ആനയും കുതിരയും ഉണ്ട്. എങ്ങനെ പറയും? അത് എളുപ്പമല്ലേ? ആനയും കുതിരയും ഉണ്ടെന്നല്ലേ പറയണ്ടു അല്ലേ? വഹാം. ആനക്കെന്താ പറയാ? ഹാത്തി അല്ലേ? കേട്ടിട്ടുണ്ടാവും അല്ലേ? ഹാത്തി. ഔർ കുതിരക്ക് എന്താ പറയുക കുട്ടികളെ? ഘോഡ ഹേ. ഘോഡ. ഏത് ഘയാണ് ഉപയോഗിച്ച് നോക്കിയോ? ഘോഡ ഹേ അല്ലേ? കുത്തുവേണം ഹേക്ക്. ഇനി അവിടെ മനോജ് മനോഹരനുണ്ടെന്ന് എങ്ങനെ പറയാം? വഹാം. അത് എളുപ്പമാണ് അല്ലേ? ഇതൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഔറിൻ്റെ പ്രയോഗം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. വഹാം മനോജ് ഔർ മനോഹർ है. മനോഹർ है. ഇനി അവിടെ അരുണും ഉണ്ട്. അതെങ്ങനെ പറയാം? ഇനി അവിടെ അരുണും ഉണ്ട് അങ്ങനെ പറയും? വഹാം വരുണും ഉണ്ട്. വരുൺ ഭീ അല്ലേ? വരുണും കൂടി ഉണ്ട് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ വഹാം വരുൺ ഭീ ഹേ ഉണ്ടോ?
ബിയുടെ പ്രയോഗം കണ്ടോ. ഇനി മറ്റാരെങ്കിലും ഉണ്ടോ, അതെങ്ങനെ പറയും? മറ്റ് ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും എന്നുള്ളതിന് എന്താ നമ്മൾ പഠിച്ചത്? കോയി എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ വേറെ ആരെങ്കിലും, മറ്റാരെങ്കിലും എന്ന് പറയുമ്പോൾ എന്താ വരിക? നമ്മളിപ്പം അതാണ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നത് അല്ലേ. ഔർ കോയി, ഔർ കോയി ഉണ്ടോ, ഇങ്ങനെ പറയാ. ഔർ കോയി ഉണ്ടോ, എന്താ ഹേ. അപ്പം ഇതിൻ്റെ പ്രയോഗം ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഹേ, ഹൈ, ഹും, ഹോ എന്ന പ്രയോഗം. അപ്പം ഓർ കോയി ഹേ, മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ഇതിൻ്റെ അർത്ഥം കേട്ടോ കുട്ടികളെ. ഇനി മറ്റാരെല്ലാം ഉണ്ടെന്ന് എങ്ങനെ പറയും? മറ്റാരെല്ലാം, ഇങ്ങനെ ആരെല്ലാം എന്ന് പറയാ? കോൻ അല്ലേ, ആരെല്ലാം. അപ്പം ഓർ ഉണ്ടോ, ഓർ മറ്റാരെല്ലാം എന്നിങ്ങനെ പറയാം. ഓർ കോൻ ഹേ അല്ലേ. ഓർ കോൻ ഹേ. മനസ്സിലായോ? ഓർ കോൻ ഹേ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഹേ വന്നത് ബഹുവചന രൂപത്തിൽ. ഇനി മറ്റാരുമില്ലേന്ന് എങ്ങനെ എന്ത് ചോദിക്കുക? മറ്റാരുമില്ലേന്ന് ഔർ കോയി ഇല്ലേ. और कोई नहीं है, और कोई और कोई नहीं है. ഇനി അടുത്തെന്താണ്? നിങ്ങളും വരൂ, എങ്ങനെ പറയാത്? നിങ്ങളും വരൂ, എങ്ങനെ പറയാം? നിങ്ങൾ എന്നുള്ളത് എന്താണ്? തും. നിങ്ങളും വരൂ. തും ഭീ ആവോ. മനസ്സിലായ? തും ഭീ ആവോ, താങ്കൾ കൂടി വന്നാലും. അപ്പം എന്താ വരിക? താങ്കൾ എന്ന് പറയുമ്പോൾ ആപ് ഭീ വന്നാലും അല്ലേ. ആയേ അല്ലെങ്കിൽ എന്ത് പറയാ? ആ ഭീ ആയേഗ അല്ലേ. ആപ് ഭീ ആയേഗ എന്നും പറയാം. നീ കൂടി പോ. തൂ ഭീ പോ. ജാ. തൂ ഭീ ജാ. നിങ്ങളും സ്കൂളിൽ പോകൂ, അങ്ങനെ പറയും. നിങ്ങൾക്ക് എന്താ പറയാ? തും. നിങ്ങളും കൂടി എന്നുള്ള അർത്ഥമാണ് അതിൻ്റെ അർത്ഥം. അപ്പം തും ഭീ സ്കൂൾ. തും വരുമ്പോഴെന്താ വരിക? പോവുക എന്നാ ജാന. അപ്പം എന്താ പറയുക? തും ഭീ സ്കൂൾ ജാ ഓ. ഉണ്ടോ? മനസ്സിലായോ മക്കളെ? ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കാണ്ട് പോയി. ഇവിടെ കണ്ടിട്ടില്ല അല്ലേ എഴുതുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഔ അതേപോലെ ഭീ എങ്ങനെയാണ് അർത്ഥം മനസ്സിലാക്കി
മനസ്സിലാക്കി എഴുതുക. അല്ലെങ്കിൽ ഓരോ വാക്യം വരുമ്പോൾ അത് ഔർ ബിയുടെ പ്രയോഗം എന്താ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പം ഇത് നിങ്ങൾ നന്നായി മനസ്സിലാക്കി ഇതുപോലെ മറ്റു വാക്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം ഇത് കണ്ടല്ലോ, കുറച്ച് 3-4 വാക്യം എഴുതുന്നത് കണ്ടില്ല അല്ലേ? ഞാൻ ശ്രദ്ധിക്കാതെ പോയി. അപ്പോൾ കണ്ടില്ലേ? അപ്പം ഇന്നത്തെ ക്ലാസ് ഞാൻ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.